ഓഹരി ഇടപാടിൽ അദാനി വലിയ കുംഭകോണങ്ങൾ കാണിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ ഏജൻസിയാണ് ഹിൻഡൻബർഗ്. കഴിഞ്ഞ വർഷത്തെ കോളിളക്കമുണ്ടാക്കിയ റിപ്പോർട്ടിന് പിന്നാലെ ഹിൻഡൻബർഗ് പുതിയതൊന്നുകൂടി ഇപ്പോൾ അവതരിപ്പിക്കുന്നു. രാജ്യത്തെ ഓഹരി ഇടപാടുകളുടെ ഔദ്യോഗിക മേൽനോട്ടം വഹിക്കേണ്ട മോണിറ്ററിംഗ് ഏജൻസിയായ സെബി, അതിന്റെ തലപ്പത്തിരിക്കുന്നയാൾ അദാനിയുടെ ദുരൂഹ ഇടപാടുകളിൽ പങ്കാളിയാണെന്നും അദാനിയുടെ ഷെൽ കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ടെന്നും രേഖകൾ സഹിതം ഇപ്പോൾ വിളിച്ചു പറയുന്നു. ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം പ്രത്യേകമായി കാണേണ്ടതാണ്. കഴിഞ്ഞ തവണ അദാനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം ഷെൽ കമ്പനികൾ വഴി രാജ്യത്തെ അദാനി ഓഹരികളിലേക്ക് വലിയ നിക്ഷേപം നടത്തുകയും അതിൻ്റെ മൂല്യം പെരുപ്പിച്ചു കാണിച്ച് വലിയ തോതിൽ വായ്പ എടുക്കുകയും ചെയ്തു എന്നതായിരുന്നു. അതിന്മേൽ അന്വേഷണം നടത്തി ഒരു കുഴപ്പവുമില്ല എന്ന് സർട്ടിഫൈ ചെയ്ത ഏജൻസി നമ്മുടെ സെബിയാണ്. നോക്കൂ, അതേ സെബിയുടെ തലപ്പത്തിരിക്കുന്നയാൾക്ക് അദാനിയുടെ ബിസിനസ് ഇടപാടുകളിൽ താല്പര്യവും നിക്ഷേപവും ഉണ്ട് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ചെറിയ സംഗതിയല്ലെന്നും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം. പഴയതുപോലെ തന്നെ സർക്കാർ തുടക്കത്തിൽ മൗനം അവലംബിക്കുകയാണ്. അന്ന് സെബിയുടെ അന്വേഷണത്തിൽ സുപ്രീം കോടതിക്ക് തൃപ്തി ഉണ്ടായിരുന്നല്ലോ എന്നാണ് BJP വൃത്തങ്ങളുടെ ഇപ്പോഴത്തെ പ്രതികരണം. സത്യത്തിൽ നമ്മുടെ ഓഹരി വിപണി മേഖല, നമ്മുടെ മാർക്കറ്റ് വലിയ ദുരൂഹതകളെ ചൂഴ്ന്നു നിൽക്കുകയാണോ? അവയ്ക്ക് മേലെയുള്ളത് വിളവ് തിന്നുന്ന വേലികളാണോ? ഈ വിഷയത്തിൽ സർക്കാരിന് വലിയ തോതിലുള്ള ഗൗരവവും പ്രാധാന്യമൊന്നും തോന്നുന്നില്ലേ? പ്രതിപക്ഷം ഈ കാര്യങ്ങളെ എവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കും? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിലിനോടൊപ്പം അഡ്വക്കേറ്റ് BG വിഷ്ണു BJP പ്രതിനിധിയായി ചേരുന്നു, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് സുപ്രീം കോടതി അഭിഭാഷകൻ, രവി നായർ മാധ്യമപ്രവർത്തകൻ, ഒപ്പം ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് രവി നായർ. നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം BG വിഷ്ണു, ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുണ്ടല്ലോ, രേഖകളെ മുൻനിർത്തിയുള്ള വെളിപ്പെടുത്തൽ, അത് ഒരു വാർത്ത എന്ന നിലയ്ക്ക് അതീവ ഗൗരവമുള്ള ഒന്നാണ്. പ്രതിപക്ഷം അതിലൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണമെന്ന് പോലും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. BJPക്കും സർക്കാരിനും ഇതൊരു ഗൗരവമുള്ള കേസായിട്ട് തോന്നുന്നുണ്ടോ? നിഷാദേ, ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ആരാണ്? നല്ല ഒന്നാം തരം തട്ടിപ്പ് വീരൻ. ഈ തട്ടിപ്പ് വീരന് എന്താണ് പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഈ പഴയൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ ശ്രീനിവാസൻ്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ, അപ്പോൾ അത്തരത്തിൽ ഇടയ്ക്ക് ഈ കിട്ടുന്ന സമയം മുഴുവൻ ആലോചിച്ച് വില കൊടുത്ത് വാങ്ങിയ ആരെങ്കിലും കൊണ്ടൊക്കെ എഴുതിപ്പിച്ച് കഥ എഴുതുന്നത് പോലെ ഹിൻഡൻബർഗ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നങ്ങ് പുറത്തുവിടും. ആ ഹിൻഡൻബർഗിനെ കൊണ്ട് ഇവിടെ ആകെ ആശ്വാസമുള്ളത് ജനങ്ങൾക്കൊന്നുമല്ല, സർക്കാരിനോ സുപ്രീം കോടതിക്കുമല്ല. ഇന്ത്യയിൽ നിയമപരമായ വ്യവസ്ഥയും സംവിധാനങ്ങളും ഒക്കെയുണ്ട്. ഹിൻഡൻബർഗിൻ്റെ ആകെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് രാജ്യത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാത്രമാണ്. കാരണം ഈ രാജ്യത്തെ കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്തവരും ഹിൻഡൻബർഗ് ട്വിറ്ററിലൂടെ പുറത്തുവിടുന്ന ഏതെങ്കിലും അറ്റവും തുമ്പുമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നു, ഇവിടെ വ്യവസായിക മേഖല തകർന്നു, ഇവിടെ വലിയ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വരുന്ന കോൺഗ്രസിൻ്റെ ഗതികേടല്ലേ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലല്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും അടക്കമുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? സുപ്രീം കോടതിയിൽ എന്തെല്ലാം അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ, സെബിയുമായി പോയപ്പോൾ തന്നെ പറഞ്ഞു സെബിക്ക് ചട്ടങ്ങളുണ്ട്, കൃത്യമായ ചട്ടക്കൂടുകളുണ്ട്, അതിൽ നിന്ന് അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാം. ഹിൻഡൻബർഗിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ രാജ്യത്ത് സാമ്പത്തികമായി മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ UPA സർക്കാരിൻ്റെ 10 വർഷക്കാലം രാജ്യത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയതിനെല്ലാം നരേന്ദ്രമോദി സർക്കാർ പുനർജീവിച്ചുകൊണ്ട് ലോക സാമ്പത്തിക ശക്തിയായി ഭാരതം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഓഹരി വില താഴ്ത്തിക്കൊണ്ട് കമ്പനികളെ, ഇവിടെയുള്ള ഇന്ത്യൻ കമ്പനികളെ തകർത്തുകൊണ്ട് ചുളുവിലേക്ക് ചെറിയ പണത്തിന് ഇവിടെയുള്ള ഷെയറുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികളും അവരുടെ ബിനാമി തട്ടിപ്പുകാരും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികമായി പിന്നോക്കം പോകണമെന്നും രാജ്യം സാമ്പത്തികമായി ഭാരതം തകരണമെന്നും ആഗ്രഹിക്കുന്ന വലിയ ശക്തികളുടെ ഏജന്റുകൾ മാത്രമാണ്. ആ ഏജന്റുകളുടെ വെറും ഗവൺമെന്റിനെതിരെയോ ഇന്ത്യൻ ഓഹരി വിപണിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ല. ഇത് അദാനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കച്ചവടക്കാരനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് ആദ്യം വന്നത്. രണ്ടാമത്തേതും അദാനിയുമായി ചില ഒഫീഷ്യൽസിന് ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടാണ്. നിങ്ങളെന്തിനാണ് ആദ്യമേ കയറി ഇത്ര വേർക്കുന്നത് ഈ കാര്യത്തിൽ? സർക്കാരിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, BJPയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഏതോ ഒരു അദാനിയെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് പുറത്തു വരുമ്പോൾ നിങ്ങൾ അന്നും വേർക്കുന്നു, ഇന്നും വേർക്കുന്നു, നിങ്ങൾ ആവശ്യമില്ലാതെ ഹീറ്റ് ആവുന്നു. എന്തിനാ അത്?
ഞങ്ങൾക്ക് വിയർക്കേണ്ടേ ഹീറ്റാവേണ്ടേ യാതൊരു കാര്യവുമില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലകളിൽ അദാനി ഗ്രൂപ്പ് ആയാലും ടാറ്റ ഗ്രൂപ്പ് ആയാലും ലുലു ഗ്രൂപ്പ് ആയാലും ഇങ്ങ് താഴെയുള്ള മുഴുവൻ വ്യവസായികളോടും തുറന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വ്യാവസായിക മേഖലകളിൽ ഇവരുടെ എല്ലാം വ്യവസായം നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുണ്ട്. ഈ വ്യവസായികളെ അന്യായമായി ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ അവരെ കൂട്ടുപിടിച്ച് ഈ സർക്കാരിനോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ പ്രതിപക്ഷമല്ലേ? ഞാൻ ചോദിക്കുന്നത് വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വ്യവസായിയെയും ഒരു അഴിമതി കേസ് നടത്തില്ല. അവരെല്ലാവരും പരിശുദ്ധരാണ്. അവർക്കെതിരെ ഒരു ആരോപണവും പാടില്ല എന്ന നിലപാട് BJP ക്കുണ്ട്. BJP കഴിഞ്ഞ 10 വർഷക്കാലത്തിലേക്ക് ED ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടിയ വ്യവസായികൾ എത്ര പേരുണ്ട് ഇന്ത്യയിൽ? എത്ര വ്യവസായികളെ വേട്ടയാടിയിട്ടുണ്ട്? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നിലനിൽപ്പിന് വ്യവസായികൾ അനിവാര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ED ഉപയോഗിച്ച് വ്യവസായികളെ വേട്ടയാടുന്നത്? ഒരു വ്യവസായിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നാൽ അയാൾ ഇന്ത്യൻ വ്യവസായി അതുകൊണ്ട് ആരും ഒരു ആരോപണം ഉന്നയിക്കരുത് എന്ന വാദം പറയാം. ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യൻ സമ്പദ്ഘടനയാണ് ഹിൻഡൻബർഗിന്റെ ലക്ഷ്യമെങ്കിൽ ഹിൻഡൻബർഗ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ടേ? അവരിതിനു മുമ്പ് കൊണ്ടുവന്ന റിപ്പോർട്ട്സ് ഏതൊക്കെ സമ്പദ്ഘടനകളെ ബാധിക്കുന്നതായിരുന്നു പരിശോധിക്കണ്ടേ? അമേരിക്കയിലെ സ്ഥാപനങ്ങൾക്കെതിരെ അവർ റിപ്പോർട്ട്സ് പുറത്തുവിട്ടിട്ടില്ലേ? അവർ ചൈനയ്ക്കെതിരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലേ? എത്ര രാജ്യങ്ങൾക്കെതിരെ? നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹിൻഡൻബർഗ് അമേരിക്കയിൽ കട തുറന്നു വെച്ചിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാനാണ് എന്ന മട്ടിലാണ്. നിങ്ങൾ അവരുടെ വിവരങ്ങളൊന്നും ഗൂഗിൾ ചെയ്തിട്ട് വേണ്ടേ ഇത് പറയാൻ? അല്ല, ഞങ്ങൾ അവരുടെ വിവരങ്ങളെല്ലാം കൃത്യമായി ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടും തന്നെയാണ് സംസാരിക്കുന്നത്. വ്യവസായികൾ ആരും ഈ രാജ്യത്ത് പരിശുദ്ധന്മാരുമെന്നല്ല. പക്ഷേ ഈ രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളെ കൃത്യമായി ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് മുറിവേൽക്കും. അത് രാജ്യത്തിൻ്റെ വ്യവസായികമായും സാമ്പത്തികമായും രാജ്യത്തിന് മൊത്തത്തിൽ നഷ്ടമുണ്ടാകും എന്ന് കൃത്യമായി ആസൂത്രണത്തോട് തന്നെയാണ് ഹിൻഡൻബർഗ് കഴിഞ്ഞ അത് കോൺഗ്രസിന് അല്ല. അതെങ്ങനെയാണ് വിഷ്ണു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ പറയാൻ പറ്റുക? ഇതിപ്പോ നിഴൽ കമ്പനികൾ വഴി ഇവിടേക്ക് പൈസ കുത്തി ഒഴുക്കി, ഓഹരി മൂല്യം കൂട്ടിവെച്ചു, ആ മൂല്യം ഉപയോഗിച്ചുകൊണ്ട് കാശ് വേറെ വായ്പ എടുത്തു എന്നൊക്കെയുള്ളത് ഗുരുതര ആരോപണമാണല്ലോ. അവർ ചില സ്റ്റഡി റിപ്പോർട്ട്സ് ആൻഡ് പുറത്തു വന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ടാണ്, ചുമ്മാ ഒരു ആരോപണം ഉന്നയിക്കല്ല പ്രസ് മീറ്റ് വിളിച്ചിട്ട്. അപ്പോൾ അതൊരു സീരിയസ് അലിഗേഷനാണ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നിലപാട്. ഏത് വ്യവസായി ആയാലും ഒരു ആരോപണം വന്നാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? നിങ്ങൾ പക്ഷേ ഒറ്റയടിക്ക് അദാനി അങ്ങ് പൊതിഞ്ഞു, തൊടാൻ പാടില്ല അദാനി എന്ന്. അദാനിയെ തൊടാൻ പാടില്ലെന്ന് ഞങ്ങൾക്കൊരു നിലപാടും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഒരു വ്യവസായിയെ തൊടാൻ പാടില്ലെന്നോ, അവരെല്ലാവരും നല്ല രീതിയിലാണ്, മുഴുവൻ ഈ രാജ്യത്തെ എല്ലാ വ്യവസായികളും നിയമം പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് വ്യവസായം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കാരും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഹിൻഡൻബർഗ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഹിൻഡൻബർഗിന് ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന സാമ്പത്തിക നയങ്ങളിലൂടെ ആക്രമിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇത് പല രാജ്യങ്ങളിലും ആക്രമിക്കാറുണ്ട്. അവരുടെയൊക്കെ ഓഹരി ഇടിയുമ്പോൾ അതിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഓഹരികൾ ചുളുവിലേക്ക് വാങ്ങുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് ഈ ഹിൻഡൻബർഗും അവരുമായി അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ ഹിൻഡൻബർഗിന്റെ പരിപാടി ഓരോരോ രാജ്യങ്ങളിലെ സമ്പദ്ഘടന തകർക്കലാണ്, അവിടെ നിന്ന് ലോ പ്രൈസിലെ ഓഹരി വാങ്ങിക്കലാണ് എന്ന് ഏതെങ്കിലും രാജ്യത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ? തെളിവ് നിങ്ങൾ പറ. ഒരു കാര്യം കൂടി, ഈ ഹിൻഡൻബർഗ് അങ്ങനത്തെ ഒരു ഏജൻസിയാണ്, അവരുടെ പരിപാടി സമ്പദ്ഘടന തകർക്കലാണ്, ചുളുവലിക്ക് ഓഹരി അടിക്കലാണ് എന്ന് ഏതെങ്കിലും രാജ്യത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യം ഫൈൻഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യവസായിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ചാടിയിട്ടുണ്ടോ? അല്ല, രാജ്യത്ത് അദാനിക്ക് വേണ്ടിയായാലും ടാറ്റയ്ക്ക് വേണ്ടിയായാലും ലുലു ഗ്രൂപ്പിന് വേണ്ടിയായാലും അവരുടെയൊക്കെ വ്യവസായങ്ങളെ വിദേശ കമ്പനികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ സംസാരിക്കും. അതിനെന്താ പ്രശ്നം? നിങ്ങൾക്ക് പ്രശ്നം ഞങ്ങളുടെ നിലപാടുകൾ അങ്ങനെ പറയല്ലേ. ടാറ്റയ്ക്ക് ലുലുവിന് ആരോപണമില്ല, അദാനിക്കെതിരെ മാത്രമേ ഉള്ളൂ. നമുക്ക് അദാനിയിൽ നിൽക്കാം. എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ വ്യവസായികളെ മൊത്തം ആക്രമിക്കുന്ന നെഗറ്റീവ് ഉണ്ടാക്കണ്ട. വ്യവസായികളെ മൊത്തം ഇവിടെ ആരും ആക്രമിക്കുന്നില്ല. വ്യവസായികളെ മൊത്തം ആരും ആക്രമിക്കുന്നില്ല. അദാനിയുടെ കള്ളത്തരം പിടിച്ചാൽ വ്യവസായ മേഖല ആരോപണം വന്നാൽ ഇതേ രീതിയിൽ നിങ്ങൾ നിലപാടെടുക്കുമോ? എന്താ സംശയം? യൂസഫ് അലിക്കെതിരെ ആരോപണം വന്നാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ. യൂസഫ് അലിക്കെതിരെ ആരോപണം വന്നാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട എന്നാണോ നിങ്ങളുടെ നിലപാട്? തന്നെ പോകട്ടെ. ഞാൻ ചോദിക്കുന്നതല്ല. രത്തൻ ടാറ്റയ്ക്കും യൂസഫ് അലിക്കെതിരെ ആരോപണം വന്നാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ചെയ്യില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ചെയ്യില്ല.
ഞങ്ങൾക്കൊന്നുമില്ല. ആർക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ വരട്ടെ, തെളിവുകൾ പുറത്തുവിട്ടെ. ഒരു സുപ്രഭാതത്തിൽ ട്വിറ്ററിലൂടെ അവർക്കെല്ലാം അലിഗേഷൻ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ തെളിവുകളും പുറത്തുവിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തേത് കഴിഞ്ഞ തവണത്തേത് വെറും ബോംബായി പോയി എന്നാണ് ഒരു ആരോപണം. അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി തന്നെ മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്ത് കൊടുത്തല്ലോ എന്നാണ്, അല്ല മൊത്തം പൂട്ടിക്കെട്ടി കൊടുത്തല്ലോ എന്ന്. രണ്ടാമത്തത് ഇന്നിപ്പോൾ വന്നേക്കുന്നതും കേവല ആരോപണമാണ്, അതിന് തെളിവൊന്നുമില്ല എന്നാണ് വിഷ്ണു BJPയുടെ പാനലിസ്റ്റ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കക്ഷി ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ഇന്നലെ വൈകിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ട്വീറ്റ് മാത്രമല്ല. ആ റിപ്പോർട്ട് വിഷ്ണു വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ മിസസ് മാധബിപുരി ബുച്ചിന്റെ ഇമെയിൽസും അതിന്റെ അറ്റാച്ച്മെന്റ്സും ഫണ്ടിന്റെ ഡീറ്റെയിൽസും അതിന്റെ നെറ്റ് അസെറ്റ് വാല്യൂ എത്രയായിരുന്നു, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത് the issue is whether മാധവിപുരി, ശരിക്കും ഇന്നത്തെ ഡിസ്കഷൻ ഇതാവേണ്ടതായിരുന്നു, വെദർ മാധവിപുരി ബുച്ച് സെബിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. സോ ഇപ്പൊ ഇത്രയും നേരം ഒരു പാർട്ടിയുടെ പ്രവർത്തകനെ കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് they don't understand how the finance market work. They just see it as a political opportunity. അഡാനിക്കെതിരെ എന്ന് പറഞ്ഞാൽ അഡാനിയുടെ ഓഹരി തിരിമറികളിലെ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അതിലെ ലീഡ് ഞാനായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പുറത്തു വന്നിട്ടുള്ള ഫണ്ടിന്റെ ഇത് എന്താണ് ഇപ്പൊ ആക്ച്വലി പുറത്തു വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ആർക്കാ അറിയാം ടീമില്? എനിക്ക് തോന്നുന്നു ഇത് ആർക്കും അറിയില്ല എന്നുള്ളത്. ഇപ്പൊ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മാധബിപുരി ബുച്ച് ആൻഡ് അവരുടെ ഹസ്ബൻഡ് അവര് സിംഗപ്പൂരിലായിരുന്ന സമയത്ത് 2015 ഒരു മൗറീഷ്യസിലുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഫൈൻ. ഐ മീൻ അവര് അപ്പോൾ ഇന്ത്യയിലായിരുന്നില്ല താമസം, ദേ വർ വർക്കിംഗ് ദെയർ. അവർക്ക് ഓൾമോസ്റ്റ് 10 മില്യണിന്റെ അടുത്ത അസറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു $7,96,000 അവർ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ആ ഫണ്ടിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ആയിട്ടുണ്ടായിരുന്ന അയാള് ആ സമയത്ത് അഡാനി ഗ്രൂപ്പിൽ, അഡാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിരുന്നു. ആൻഡ് ഹി വാസ് മാനേജിങ് ദ ഫണ്ട് ഓൾസോ. ഇതേ ഫണ്ടില് വിനോദ് അഡാനി, ഗൗതം അഡാനിയുടെ എൽഡർ ബ്രദർ ആയിട്ടുള്ള വിനോദ് അഡാനിക്ക് മാസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഫണ്ട്സ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന 2 എൻറ്റിറ്റീസ്, അതായത് ഒന്ന് ട്രൈഡൻ ട്രസ്റ്റ്, രണ്ടാമത്തെ IIFL. IIFL ഈസ് എ ഇന്ത്യൻ കമ്പനി. ഇറ്റ്സ് എ ഫൈനാൻഷ്യൽ ബെഹമത്ത്. ഇവര് ഇവിടെ ഒരു മേജർ ഫണ്ട് ഉണ്ട് ബർമുഡയില്. ആ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് മൗറീഷ്യസിലേക്ക് വരും. എന്നിട്ട് മൗറീഷ്യസിൽ നിന്ന് ഇത് ഇന്ത്യൻ ഇക്വിറ്റീസിലും ബോൺസിലും ഡെറിവേറ്റീവ്സിലും അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായിരുന്നു അഡാനി ചെയ്തിട്ടുണ്ടായിരുന്ന മോഡസ് ഓപ്പറാൻഡി. അപ്പൊ അങ്ങനത്തെ ഒരു ഫണ്ടില് വിനോദ് അഡാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന, മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ഫണ്ടില് മാധബിപുരി ബുച്ചിനും ഭർത്താവിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ കണ്ടെത്തൽ. ദറ്റ് ഈസ് ഫൈൻ. 2015 അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവര് സെബിയുടെ ഒന്നും ആയിരുന്നില്ല. സോ ദർ ഈസ് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, ദർ ഈസ് നത്തിങ് ടു ബ്ലെയിം. എല്ലാം ക്ലിയർ ആണ് അവിടെ. പക്ഷെ 2017 മാർച്ച് 21 കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്തു മാധബിപുരി ബുച്ച് സെബിയുടെ ഹോൾ ടൈം മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്തു അവരെ. സോ ഷീൽ ഏപ്രിൽ 1 മുതൽ അവര് സെബിയുടെ ഹോൾ ടൈം മെമ്പർ ആവും. 22 മാർച്ചിന് അവർ ഈ ഫണ്ടിന്റെ കൺട്രോളേഴ്സിന്, അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഈ ഫണ്ട് മാനേജേഴ്സിനും അവര് മെയിൽ ചെയ്തു അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിന്ന്, മാധബിപുരി ബുച്ച് അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിന്ന്. ഇത് ജോയിന്റ് അക്കൗണ്ട് ആണ് മാധബിപുരി ബുച്ചിന്റെയും അവരുടെ ഹസ്ബൻഡ് ധവൽ ബുച്ചിന്റെയും. അപ്പൊ അതിന്ന് മാധബിപുരി ബുച്ചിന്റെ പേര് മാറ്റണം, ഓൺലി ധവൽ ബുച്ചിന്റെ പേര് മാത്രം മതി എന്നവിടെ. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. 27-ാം തീയതി ആകുമ്പോഴത്തേക്കും അവർ ഫണ്ടിന്ന് മാധബിപുരി ബുച്ചിന്റെ പേര് മാറ്റി. സോ ഇറ്റ് വാസ് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡിംഗ് പോയിട്ട് അത് സിംഗിൾ ഓണർഷിപ്പ് അസറ്റ് ആയി ധവൽ ബുച്ചിന്റെ. സോ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് 2018 ഫെബ്രുവരി 25-ാം തീയതി മിസസ് മാധബിപുരി ബുച്ച് അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിന്ന് വീണ്ടും ഈ ഫണ്ട് മാനേജേഴ്സിന് മെയിൽ ചെയ്തു.
അവരുടെ ഭർത്താവ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യണം അവർക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തിയിട്ടുണ്ടായിരുന്നത് മാധബി പുരി ബുച്ച് ആയിരുന്നു, മിസസ് ബുച്ച് ആയിരുന്നു. ഇതിലെന്താ ഇഷ്യൂ? ഇതിൽ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർ ഈ രണ്ടാമത് മെയിൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇവര് സെബിയുടെ ഹോൾ ടൈം മെമ്പറാണ്. 1. 2, 2020 മുതൽ സെബി അഡാനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. 2020 ജൂലൈയിലോ ഓഗസ്റ്റിലാണോ തോന്നുന്നു, ഒക്ടോബറിന് മുമ്പായിട്ടാണ് എന്തായാലും. ഇത് അന്നത്തെ ഫിനാൻസ് സഹമന്ത്രി പാർലമെന്റിൽ ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ അന്വേഷണം തുടങ്ങി. അഡാനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒരുപാട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഷെൽ കമ്പനീസിനെയും പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് സെബി അന്വേഷണം പൂർത്തിയാക്കിയാൽ പുറത്തുവിടുന്നു. ആ സമയത്ത് അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ OCCRPയിൽ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിലും ഈ ഫണ്ടുകളുടെ എല്ലാം പേരുണ്ട്. ഇപ്പോൾ മാധബി പുരി ബുച്ചിന് ഈ ഫണ്ടുകളുടെ എല്ലാം പ്രൊമോട്ടേഴ്സിനെയും അതിന്റെ ഒഫീഷ്യൽസിനെയും ഫണ്ട് മാനേജേഴ്സിനെയും അസറ്റ് മാനേജേഴ്സിനെയും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രസ്റ്റിന്റെ ആൾക്കാരെയും എല്ലാവരെയും അറിയാം. ഷീ യൂസ് ടു സ്പീക്ക് ടു ദം ആൻഡ് ഷീ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അപ്പോൾ മാധബി പുരി ബുച്ച് ആ സ്ഥാനത്തിരുന്നിട്ട് ഈ ഫണ്ടുകളെയും ഇതിനെയും പറ്റിയ അതിന്റെ നടത്തിപ്പുകളെയും അതിൽ നടന്ന ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും, അതാണ് പ്രശ്നം. അല്ലാതെ സമ്പദ് വ്യവസ്ഥയെ തകർക്കലോ അഡാനിയുടെ ഷെയർ പ്രൈസ് വീഴ്ത്തിട്ട് മറ്റുള്ളവർക്ക് എന്താ പറയുക ചീപ്പായിട്ട് വാങ്ങിക്കാനോ അങ്ങനെ അല്ല. ഇപ്പൊ മാധബി പുരി ബുച്ച് ആസ് എ സെബി ചെയർമാൻ, ഹൗ ഇംപാർഷ്യൽ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് ഷി വാസ് ഹെഡിങ് will be. അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സെബി സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഒന്നാമത്തെ അഡാനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല. എല്ലാവരും പറയണ കേട്ടു ഞാൻ, അഡാനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി, സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി, സെബിയിൽ നിന്ന് കിട്ടി. അഡാനിക്ക് ഒരു ക്ലീൻ ചിറ്റും കിട്ടിയിട്ടില്ല. സെബി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നടത്തി അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 എൻക്വയറീസ് ആണ് നടക്കുന്നത് അഡാനിക്കെതിരെ. അതിൽ 22 എണ്ണം കംപ്ലീറ്റ് ആയെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞു. ഈ വർഷം മാർച്ചില് 2 എണ്ണം പെൻഡിങ് ഉണ്ടായിരുന്നിട്ട് ഒരെണ്ണം കൂടെ കഴിഞ്ഞു. അപ്പോൾ ഒരെണ്ണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, അത് മുഴുവനായിട്ടില്ല. അപ്പൊ ഈ 23 എണ്ണത്തിന്റെ സെബി എന്തെങ്കിലും അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ പുറത്തുവിട്ടില്ല. അവർക്ക് പക്ഷെ എന്തെങ്കിലും അതിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ ഷോക്കോസ് നോട്ടീസ് അയക്കും ആ കമ്പനികൾക്ക്. എന്നിട്ട് പിന്നെ അതിന്റെ മേലെ വാദം കേൾക്കൽ ഉണ്ടാവും. ദെൻ ദേ വിൽ ടേക്ക് എ കോൾ. നോർമലി ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊരു പിഴ അടയ്ക്കാൻ പറയും. എന്നിട്ട് മറ്റേ കമ്പനി, പഴയടച്ച കമ്പനി പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. അഡാനി ഇതിനു മുമ്പ് 2 തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും സെബി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 23 ക്ലോസ് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻസിന്റെ പുറത്ത് 24ാമത്തെ ക്ലോസ് ആയിട്ടില്ല ഇതുവരെ. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇഷ്യൂ. ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല വിഷ്ണു, ഇതിനകത്ത് ഈ പറയുന്ന വിരുദ്ധ താല്പര്യങ്ങളെക്കുറിച്ചൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് അവരുടെ താല്പര്യം എന്താണ്, അവരുടെ ഫണ്ട് എവിടെയായിരുന്നു, അതിനവർക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, അവർ ഈ പദവിയിലേക്ക് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ഇമെയിൽ ഇടപാടുകൾ എന്താണ്, അതിൽ എവിടെയൊക്കെയാണ് അസാധാരണമായ ഇടപെടൽ ഉണ്ടായത്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഡേറ്റാസ് ഉള്ള കാര്യമാണ്. ഡേറ്റ ഉള്ള കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഇമെയിലുകൾ, അവർ നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ വിശദാംശങ്ങൾ, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ സെബിയുടെ തലപ്പത്ത് അവരിയ്ക്കുക. പ്രത്യേകിച്ച് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ രാജ്യത്തെ വ്യവസായികളുമായും ഓഹരി വിപണിയുമായും ബന്ധപ്പെട്ട് ഉയർന്നു വരുമ്പോൾ അവിടെ അവരിയ്ക്കാൻ എന്തുമാത്രം അർഹയാണെന്ന ചോദ്യം ഇവിടെ ഉയർത്തുന്നത് പ്രതിപക്ഷമടക്കമാണ്. അതിനൊരു ഗൗരവവും നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഹിൻഡൻബർഗ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളായി മുന്നോട്ട് വരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ 24 എണ്ണത്തിൽ 22 അന്വേഷണം സെബി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പലതവണ സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ശ്രീ രവീന്ദ്രനോട് പറയട്ടെ, ഈ ആരോപണം എന്താണെന്നുള്ളത് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതൊക്കെ ഇവിടെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അദാനിയുമായി കോർത്തിണക്കിക്കൊണ്ട് BJPയുടെ നിലപാട് എന്താണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ കഥ പറയുവാനല്ല. കാര്യങ്ങളെല്ലാവരും പബ്ലിക് ഡൊമൈനിൽ വരുന്ന വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ സെബിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് സെബി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് മറുപടിയുണ്ട്. കാരണം സെബി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കീഴിലല്ല. കൃത്യമായ നിയമനിർമ്മാണങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ നിന്ന് മാത്രമേ സെബിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ.
ഇത് താങ്കൾക്കടക്കം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാനും കരുതുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് വിഷ്ണു കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയല്ലേ? കഴിഞ്ഞ തവണ ഗുരുതര ആരോപണം ഉയർന്നു വരുന്നു, സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, സെബിയോട് അന്വേഷിക്കാൻ കോടതി പറയുന്നു, സെബിയുടെ അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തിയാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെബിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ അദാനിയോട് പ്രത്യേക താല്പര്യമുള്ള ആളാണെന്ന് പുതിയൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യത്തെ അന്വേഷണത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടില്ലേ, ആദ്യത്തെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയില്ലേ പോലുള്ള ചോദ്യം പോലും അപ്രസക്തമായല്ലോ. രണ്ടും കുഴഞ്ഞില്ലേ? അല്ല, റിപ്പോർട്ടല്ലേ, ഹിൻഡർബർഗിന്റെ റിപ്പോർട്ടല്ലേ, തെളിവ് എവിടെയാണ്? എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ടെങ്കിൽ തരട്ടെ, തെളിവുണ്ടെങ്കിൽ അത് കൃത്യമായി പുറത്തുവിടട്ടെ. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഇല്ലല്ലോ. കഴിഞ്ഞ തവണ അദാനിയോട് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് പുറത്തുവിട്ടു. എത്ര ക്വസ്റ്റ്യൻസ് അദാനി ആൻസർ ചെയ്തു? താങ്കൾക്കറിയാലോ അതിൻ്റെ അപ്ഡേറ്റ്. അദാനി ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അദാനിക്ക് മറുപടി പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരുടെ ക്വസ്റ്റ്യൻസ് മുഴുവൻ അദാനി അഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നെ അദാനിക്ക് പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക്? ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ അവരയച്ച മെയിൽസ് ഒക്കെ അതിൻ്റെയൊക്കെ ഇത് സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ടുണ്ട്. അവരുടെ മെയിൽസിന്റെയും ഡീറ്റെയിൽസ് മൊത്തം ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്, നോക്കിയാൽ അറിയാം. പിന്നെ അത് ശരിക്കും വായിക്കുന്ന ഒരാൾ ഇതിൽ വേറെ തെളിവ് ചോദിക്കില്ല. ശരി, അല്ല ഞാനൊന്ന് പറയാമേ. അല്ല ജിൻഡോ പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ വിവാദത്തിന്റെ കാലം നമുക്ക് ഓർമ്മയുണ്ട്. സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ, സുപ്രീം കോടതി സമിതി, ഫൈനലി സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു എന്താ പറയുന്നത്, ഇതിൽ പിടിച്ചിട്ട് ഇത്തവണത്തെ വിവാദത്തെ കുറച്ചുകൂടെ സില്ലിയാക്കാൻ, വേഗത്തിൽ പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടല്ലോ, ഇല്ലേ? നിഷാദെ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന എങ്ങനെ? കഴിഞ്ഞ തവണത്തെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള പൂർണ്ണ അധികാരവും അവകാശവും സെബിക്കാണ് എന്ന് പറയുമ്പോൾ, സെബി അദാനി ഉൾപ്പെടെ അദാനിയുടെ കമ്പനിക്ക്, ഷെൽ കമ്പനികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്നാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ആ ക്ലീൻ ചീറ്റ് കൊടുത്ത സെബിയുടെ ചെയർപേഴ്സണെതിരെയാണ് ഇപ്പോഴത്തെ ആരോപണം വരുന്നത്. അപ്പോൾ ആ കൊടുത്ത ക്ലീൻ ചീറ്റിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് നമ്മൾ അതിൽ തൂങ്ങി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റ്, നമ്മൾ അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വരുന്ന ഈ കള്ളപ്പണത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അദാനിയുടെ കമ്പനികളുടെ ഓഹരി വിപണിയിലെ ഇടപാടുകളെ കുറിച്ചിട്ടോ ചോദ്യങ്ങൾ വരുമ്പോൾ അത് രാജ്യസ്നേഹത്തിന്റെ പുതപ്പിട്ട് മൂടാനായിട്ട് എന്തിനാ ഈ BJPയുടെ പ്രതിനിധി ശ്രമിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ശതകോടീശ്വരൻ തട്ടിപ്പ് നടത്തി പണം സമ്പാദിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അന്വേഷണം നടത്താതെ ഈ രാജ്യം തന്നെ, ഈ രാജ്യത്തെ വ്യവസായ ലോകം തന്നെ നഗ്നമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യസ്നേഹത്തിന്റെ പുതപ്പിട്ട് മൂടാനായിട്ടാണ് BJP ശ്രമിക്കുന്നത്. ഒന്നാമത്. രണ്ടാമത്, ഏത് അദാനിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പിക്കപ്പ് വാനിൽ കള്ളപ്പണം കടത്തി എന്ന് പറയുന്ന അദാനിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അദാനിക്ക് വേണ്ടിയിട്ടാണ് BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ച BJPയുടെ അഭിപ്രായം പറയുമെന്ന. അദാനിക്ക് വേണ്ടി സംസാരിക്കാൻ അദാനിയുടെ കമ്പനിയുടെ പ്രതിനിധിയല്ലേ സംസാരിക്കേണ്ടത്? BJPയുടെ പ്രതിനിധി അദാനിയുടെ കമ്പനിയേക്കാൾ വലിയ താല്പര്യത്തിലാണ് അദാനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ സെബിയുടെ ചെയർപേഴ്സൺ, സെബി അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു, സുപ്രീം കോടതി അതാണ് എൻഡോഴ്സ് ചെയ്തതെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഈ സെബിയുടെ ചെയർപേഴ്സണായിട്ട് ഇവർ വരുന്ന സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് അജയ് ത്യാഗിയെ പോലുള്ള ആളുകളെ, അദ്ദേഹത്തെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമ്പോഴാണ് തികച്ചും സ്വകാര്യ മേഖലയിൽ മാത്രം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഈ മാധവി പുരിഭൂച്ചിനെ ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. ഇന്ത്യയുടെ സെബിയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമാണ് സെബിയുടെ ചെയർപേഴ്സണോ സെബിയുടെ അംഗങ്ങളായിട്ടൊക്കെ നിയമിച്ചിട്ടുള്ള ചരിത്രമുള്ളത്. ഈ മാധവി പുരിഭുച്ചിന്റെ വരവ് തന്നെ സ്വകാര്യ മേഖലയിലെ പ്രവർത്തനം മാത്രം വെച്ചുകൊണ്ടാണ്. അവർ നിയമതയാകുന്ന ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അദാനി അവരെ ഓഫീസിൽ പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അന്നൊക്കെ അത് വിവാദമായിട്ടുണ്ട്. ഇവരുടെ നിക്ഷേപങ്ങൾ കുറിച്ച് മാത്രമല്ല, ഇവർ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദാനിയുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട, ഷെൽ കമ്പനികളുമായി ബന്ധപ്പെട്ട, ഓഹരി വിപണിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ വരുമ്പോൾ ആ പരാതി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അയോഗ്യമാക്കപ്പെടുകയും MP സ്ഥാനം അസ്ഥിരപ്പെടുന്ന സാഹചര്യം നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത ഡിബേറ്റബിൾ ഇഷ്യൂ എന്താ? 1.5 വർഷക്കാലമായി അദാനിയുടെ ഷെൽ കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് എന്താണ് നിലപാട് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു വിവരവുമില്ല. അപ്പോഴാണ് BJPയുടെ പ്രതിനിധി അദാനിയുടെ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. പകരം സെബി ചെയ്തത് എന്താ?
ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ട കമ്പനിക്കെതിരെയാണ് അവർ ഷോക്കോസ് കൊടുക്കുന്നത്. അദാനിയുടെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള നോട്ടീസിൽ അവർ എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയെന്നോ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതെന്നോ അതുമായി ബന്ധപ്പെട്ട ഇഴകീറി പരിശോധിച്ച റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യമല്ലാതിരിക്കെ ഈ റിപ്പോർട്ടുകൾ അദാനിയുടെ ഷെൽ കമ്പനിയിലെ തട്ടിപ്പ് പരിപാടികൾ പുറത്തു കൊണ്ടുവന്ന ഹിൻഡൻബർഗിന് ഷോക്കോസ് കൊടുക്കുന്നു. ആരാണ് ഷോക്കോസ് കൊടുക്കുന്നത്? ഈ അദാനിയുടെ ഷെൽ കമ്പനികളിൽ മുൻപ് ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്ന സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബിച്ചിന്റെ നേതൃത്വത്തിലാണ് ഷോക്കോസ് കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ഈ രാജ്യത്തെ ഓഹരി വിപണിയെ ഒന്നാകെ കൊള്ളയടിച്ച് അദാനിയുടെ കമ്പനിയിലേക്ക് എത്തിക്കുന്ന പണിയാണ്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ രാജ്യത്തെ കൊള്ളയടിച്ചതെങ്കിൽ ഇന്ന് മൊദാനി കമ്പനിയാണ് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നത്. മോദിയും അദാനിയും അംബാനിയും കൂടി ഈ രാജ്യത്തെ കൊള്ളയടിക്കുമ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജിൻഡോ. നമുക്ക് അതിലേക്ക് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും കൂടി കൊള്ളയടിച്ചതുപോലെ ഈ രാജ്യത്തെ ആരും കൊള്ളയടിച്ചിട്ടില്ല. 10 വർഷക്കാലത്തെ UPA അഭിഭാഷകൻ സുപ്രീം കോടതി അഭിഭാഷകനായ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് കൂടി നമ്മളൊപ്പം ഉണ്ട്. അല്ല, ഞാൻ വിഷ്ണുവിന് അവസരം തരാം. ദീപക് പ്രകാശ്, ഇതിനകത്ത് BJPയുടെ ആദ്യത്തെ ഡിഫൻസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ വ്യാജ ആരോപണങ്ങളുമായി വീണ്ടും വന്നിരിക്കുന്നു ഒരു ഹിൻഡൻബർഗ് എന്നാണ്. സത്യത്തിൽ ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ മുഴുവൻ ഒരു നിലയ്ക്കും തെളിവുകളില്ലാത്ത വിധം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു നിലക്കുമുള്ള സാധ്യതയില്ലാത്ത വിധം ദുർബലമാണെന്ന് സുപ്രീം കോടതി ഫൈൻഡ് ചെയ്തിട്ടുള്ളതാണോ? ഈ വിഷയത്തിൽ മിസ്റ്റർ രവി നായർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് തോന്നുന്നത്. കാരണം നമ്മളുടെ സുപ്രീം കോടതി വിശാൽ തിവാരി വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ പെറ്റീഷൻ നമ്പർ 162/2023 ആ പെറ്റീഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോടതി പരിഗണിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വളരെ കണ്ണടച്ച് സെബിയെ വിശ്വസിക്കുകയായിരുന്നു. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ജസ്റ്റിസ് മനോജ് സാപ്രെ അടക്കമുള്ള ആളുകളുടെ ഒരു കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റിയുടെയൊക്കെ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും തന്നെ അത്ര സിമ്പിളായിട്ട് വിട്ടുകാണപ്പെടുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി കാണുന്നത്. പക്ഷേ സുപ്രീം കോടതി വളരെയധികം സെബിയെ ഒരുപാട് വിശ്വസിക്കുകയും സെബിയുടെ നടപടിക്രമങ്ങളിലും അവരുടെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളിലും വളരെയധികം സുപ്രീം കോടതി വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പാസ്സാക്കിയിട്ടുള്ളത്. നമ്മളുടെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ, അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഒരു സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം, അന്വേഷണം വേണമെന്ന് വ്യക്തമായി കാണുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ മിസ്റ്റർ രവി നായർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു എപ്പോഴാണ് എങ്ങനെയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കാര്യങ്ങളിലൊന്നും തന്നെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. 2015 അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ കാര്യങ്ങളും അതുപോലെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുമില്ല. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതിൽ ആരും സൂചിപ്പിച്ചിട്ടില്ല. 819% ഇൻക്രീസാണ് അദാനിയുടെ 7ഓളം കമ്പനികൾ ഉണ്ടായിട്ടുള്ളത്. ഒരു കമ്പനിക്ക് 1389% വളർച്ച. വളരെയധികം, ഒരു തരത്തിലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇത്രത്തോളം വളർച്ച. അതുപോലെ തന്നെ ഈ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അത് അന്വേഷിക്കേണ്ടതല്ലേ? തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ ഇതിന് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ മെറ്റീരിയൽസും ഉണ്ട്. ഇത് ഒരു വ്യക്തമായ അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് ബോധ്യപ്പെടുത്തണം തെറ്റുണ്ടായിട്ടില്ല എന്ന്. നമ്മളിത് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാജേഷ് അദാനിയെക്കുറിച്ചാണെങ്കിലും സമീർ വോറയെക്കുറിച്ചാണെങ്കിലും വിനോദ് അദാനിയെക്കുറിച്ചൊക്കെ ആണെങ്കിലുള്ള ഒരുപാട് ആരോപണങ്ങൾ, വളരെ ശക്തമായ ആരോപണങ്ങളാണ്. അവരൊക്കെ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ വിശദമായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് വീണ്ടും പറയുന്നത്, സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ ആർട്ടിക്കിൾ 32 പരിധിയിൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. കാരണം ഒരു വലിയ അളവിൽ ലോകത്തിലെ, ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള നമ്മളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു പരാമർശം നമ്മളുടെ വ്യവസായത്തെ, ഈ നാടിൻ്റെ വ്യവസായ സന്തുലിതത്തിനെ മുതൽ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കരുതലുള്ളത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഒരു കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റി ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല. വീണ്ടും ആ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിക്കാവുന്ന സാഹചര്യമുണ്ട്. അത് വേണമെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, കാരണം നമ്മൾ പലപ്പോഴും ഭരണാധികാരിയുടെ ഭാര്യ കൂടി സംശയങ്ങൾക്ക് അതീതയാവണം എന്നൊരു ചൊല്ല് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ആ രീതിക്ക് തന്നെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒന്ന് വിശദമായി അന്വേഷിക്കട്ടെ, നമ്മളുടെ വ്യവസായ രംഗം ഒന്നുകൂടി മെച്ചപ്പെട്ടതിലേക്ക് പോകട്ടെ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംശയങ്ങൾക്കും ഉപരിയാണ് മുകളിലാണ് തീരുമാനം വരട്ടെ. ഒരു അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. JPC അന്വേഷണമാണെങ്കിലും രവി നായർ, ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, പരിധി കവിഞ്ഞ അന്വേഷണം ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വലിയ ആപത്തുണ്ടാക്കുമെന്ന് സുപ്രീം കോടതി പോലും ഒരു പക്ഷേ ഭയപ്പെട്ട് കാണുന്നതാണ് ദീപക് പ്രകാശ് പറയുന്ന കാര്യം. ഇതിന് ഇൻവെസ്റ്റിഗേഷൻ എല്ലാ വാതിലുകളും തുറന്നു പോവുകയാണെങ്കിൽ അത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ അടക്കമുള്ളവയുടെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചൊലയ്ക്കാൻ ശേഷിയുള്ളതായിരിക്കുമോ? ആ നിലയ്ക്ക് അപകടകരമായ ഒരു ഭാവി ഇതിൻ്റെ അന്വേഷണത്തിന് കാണാൻ പറ്റുന്നുണ്ടോ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു സേ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്. 2013 സെപ്റ്റംബറിൽ അഡാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് $7.8 ബില്യൺ ആയിരുന്നു. $7.8 ബില്യൺ 2013 സെപ്റ്റംബറിൽ. 2022 സെപ്റ്റംബർ 30 അഡാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $262 ബില്യൺ ആയിരുന്നു. $262 ബില്യൺ. ഇങ്ങനത്തെ ഒരു വളർച്ച ഞാൻ ഐ എം ട്രാക്കിംഗ് ബിസിനസ് ആൻഡ് ഐ എം ട്രാക്കിംഗ് ഫിനാൻസസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ 9 വർഷം കൊണ്ട് അങ്ങനത്തെ ഒരു ഗ്രോത്ത് അഡാനി ഗ്രൂപ്പിന് വരണമെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ടോപ്പ് 500 കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ then we should do a comparison. എന്തുകൊണ്ട് അഡാനി ഗ്രൂപ്പ് മാത്രം? Nobody answers that question. Especially when we ask these questions, the ruling regime, the BJP and its supporters and the ministers, including the ministers and MPs, അത് നമ്മളെ താരടിച്ച് കാണിക്കും. നമ്മൾ എന്താ പറയുക, ഫോറിൻ ഏജൻസ് ആണ്, ആന്റി നാഷണൽസ് ആണ്, അർബൻ നെക്സലൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു വശത്ത്. രണ്ടാമത്തെ, സുപ്രീം കോടതിയുടെ ഓർഡർ ക്ലിയറായിട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, സെബി ഈസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ഇൻ ഇന്ത്യ. അപ്പൊ സുപ്രീം കോടതി സെബിയെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ഓർഡർ, ഒരു SITക്കോ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള അന്വേഷണത്തിനോ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് സെബീസ് ക്രെഡിബിലിറ്റി. സെബിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടാവണം സുപ്രീം കോടതി പറഞ്ഞത് സെബിയുടെ അന്വേഷണം നടക്കേണ്ടത്, അത് മുഴുവനാവട്ടെ എന്ന്. രണ്ടാമതൊരു കാര്യം, സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെബിയുടെ അന്വേഷണത്തെ സെബി നടത്തി 4 വർഷം കൊണ്ട് 3.5 വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ 4 വർഷം ആവാറായി. ആ അന്വേഷണത്തിന്റെ പുരോഗതി എന്തുവരെയാണെന്നുള്ളത്. അതില് ഒരു ഭയങ്കര വല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ഉണ്ട്, ചില ഫൈൻഡിങ്സ് ഉണ്ട്. ഒരു സ്ഥലത്ത് അത് പറയുന്നുണ്ട്, റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, സെബി റീച്ച്ഡ് എ ഡെഡ് എൻഡ്. അഡാനിയുടെ ഷെൽ കമ്പനികളെ കുറിച്ചും ഓഫ് ഷോർ ഫണ്ടുകളെ കുറിച്ചും അവിടുന്ന് വരുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ചും അത് യൂസ് ചെയ്തിട്ടുണ്ടാക്കണ ഷെയർ മാർക്കറ്റ് പ്രൈസ് മാനിപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അവിടെ എത്തിയപ്പോൾ സെബി ഹിറ്റ് എ വാൾ. ദിസ് എക്സാക്ട് വേർഡ്, കോട്ട് ആൻഡ് കോട്ട്, സെബി ഹിറ്റ് എ വാൾ. ദ സെൻസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഷോർ എൻറ്റിറ്റീസ് ആർ ഇൻ ടാക്സ് ഹെവൻസ്. അതായത് ബർമുഡയിലുണ്ട്, മൗറീഷ്യസിലുണ്ട്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, സീഷെൽസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ദീസ് ആർ കോൾഡ് ടാക്സ് ഹാവൻസ്. അപ്പൊ അവിടുത്തെ സീക്രസി ലോസ് ഭയങ്കര സ്ട്രിഞ്ചന്റ് ആണ്. അപ്പൊ അവര് സെബിക്ക് ഒരിക്കലും ഇത് കൊടുക്കില്ല, ഇൻഫർമേഷൻ കൊടുക്കില്ല. അപ്പൊ CBDTക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, CBDTക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനും കംപ്ലൈന്റ് കൊടുത്തു, എങ്ങനത്തെ ഇതിനെ പറ്റിയിട്ട് തുടർച്ചയായിട്ട് അന്വേഷിക്കണമെന്ന്. CBDTയും EDയും ആ സമയത്ത് സെബിയായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല ഈ അഡാനിയുടെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാനും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ എക്സാക്ട് ഫൈൻഡിങ്സ് കണ്ടുപിടിക്കാനും CBDTയും EDയും തയ്യാറായില്ല എന്നാണ് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം EDയും CBDTയും രണ്ടുപേരുടെയും റീസൺസ് ഒന്ന് തന്നെയായിരുന്നു. അവർ സെബിയോട് പറഞ്ഞു, നിങ്ങൾ ആക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷണബിൾ ഇന്റലിജൻസ് ഞങ്ങൾക്ക് താ, എന്നാൽ ഞങ്ങൾ ആക്ട് ചെയ്യാം. ആക്ഷണബിൾ ആയിട്ടുള്ള ഇന്റലിജൻസ് അങ്ങനെ അവർക്ക് കൊടുക്കണമെങ്കിൽ സെബിക്ക് അത് പുറത്തുനിന്ന് കിട്ടണം. സെബിക്ക് പുറത്തുനിന്ന് കിട്ടണമില്ല. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റി പറഞ്ഞു, ദിസ് ഇസ് എ ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീണ്ടും ചർച്ചയിലേക്ക്. വിഷ്ണു, ഇതിനകത്ത്
നമ്മളിപ്പോൾ ഇതിൻ്റെ എന്താണ് കണ്ടെത്തിയ വിവരങ്ങൾ എന്താണ്, പുറത്തു വന്ന ഡേറ്റ എന്താണ്, അതിൻ്റെ കൂടെയുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് എന്താണ്, ആൻഡ് പേപ്പറുകൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നേയില്ല. ഇന്ത്യയിലെ വ്യവസായ മേഖലയും സാമ്പത്തിക രംഗത്തെയും തകർക്കാനുള്ള ശ്രമം എന്നാണ് നിങ്ങൾ പറയുന്നത്. അദാനി ഇന്ത്യയിലെ ഏറ്റവും കൂറ്റൻ വ്യവസായിയാണ്. അയാളെ തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ചില ഉലച്ചിലുണ്ടാവുന്നൊക്കെയാണ്. നേരത്തെ ജിൻഡോ ചോദിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അംബാനിയും അദാനിയും വൻതോതിൽ കള്ളപ്പണം ഒഴുക്കുകയാണ്. അവർ രാഹുൽ ഗാന്ധിക്ക് പൈസ കൊടുത്തെന്നുള്ള ആരോപണം ഉന്നയിച്ച ആളാണ് പ്രധാനമന്ത്രി. ഈ ടൈക്കൂൺസ് ആയിട്ടുള്ള വ്യവസായികളെ തൊടാനും അവരെ അലോസരപ്പെടുത്താനും പാടില്ലെങ്കിൽ അവർ കള്ളപ്പണക്കാരാണ് എന്ന് പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി. ഇപ്പം നിങ്ങൾ പറയുന്നു അവർ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് അടിസ്ഥാന ചിലകളാണ്, അവരെ തൊട്ടാ പ്രശ്നമാണെന്ന്. സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഈ വ്യാജം പറയുന്നത്? അല്ല, അദാനി അംബാനി എന്നും ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണെന്നും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ ഒരുപാട് വ്യവസായികളിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യവസായികൾ തന്നെയാണ്. ഈ രാജ്യത്തെ വ്യവസായികളൊന്നും പരിശുദ്ധരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് ഒരു വ്യവസായി, അത് കേരളത്തിലെ യൂസഫ് അലി മുതൽ അങ്ങ് അദാനി വരെയുള്ളവരൊന്നും പരിശുദ്ധന്മാരോ പുണ്യവാളാണെന്നായിരുന്നു ഞങ്ങൾ പറയുന്നില്ല. അവരുടെയും ബിസിനസ്സുകളുടെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ ഇന്ത്യയിലെ പക്ഷേ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല. പറയട്ടെ, അല്ലേ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്. അത് പരിശുദ്ധരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പരിശുദ്ധരല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ആക്ഷൻ എടുക്കാനും ബാധ്യതപ്പെട്ട സർക്കാരാണ് ഭരിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ വ്യവസായികളെ ED ഉപയോഗിച്ച് പൂട്ടുന്നതും കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അവർ നിഷ്പക്ഷരല്ല, ഇതല്ല എന്നൊക്കെ അദാനിയെ കുറിച്ച് തോന്നുകയാണെങ്കിൽ അദാനിയെ കുറിച്ച് വരുന്ന എല്ലാ ആരോപണത്തെ നിങ്ങൾ തന്നെ മുന്നിലിറങ്ങി തടുക്കുകയാണ്. അദാനി ആകെ ഒരു പേപ്പർ ഇറക്കിയിട്ടുള്ളൂ. നിങ്ങളാണെങ്കിൽ BJPയുടെ എൻ്റെ മെക്കാനിസം ഇറങ്ങിയും തടയുകയാണ്. ഞാൻ പറയട്ടെ, അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും നിയമവരെ പരിശോധിക്കാനൊക്കെ ഇവിടെ സർക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് കിട്ടാക്കടവും പൊതുകടവും ഒക്കെ വർദ്ധിപ്പിച്ച് വ്യവസായികൾക്ക് പൊതുമേഖലാ ബാങ്കിൻ്റെ പണം മാറിക്കൊടുത്ത കോൺഗ്രസ്സുകാർ വന്നിരുന്ന് ഏതോ ഒരു റിപ്പോർട്ടിൻ്റെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന റിപ്പോർട്ടിന് യാതൊരുവിധ തെളിവുകളും പുറത്തുവിട്ടില്ല. ഇന്ത്യൻ വ്യവസായിക രംഗത്തെ മുഴുവൻ തച്ച് തകർത്തുകൊണ്ടും സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന രാജ്യത്തെ പിന്നോട്ടടിക്കുവാനും സംഘടിതമായി ശ്രമിക്കുമ്പോൾ അത് കൃത്യമായ ഒരു സർക്കാരിൻ്റെ നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. അത് ഏതെങ്കിലും വ്യവസായിക്ക് ചൂട്ടുപിടിക്കാനോ കുടപിടിക്കാനോ അല്ല. കോൺഗ്രസിൻ്റെ കാലഘട്ടം എന്തായിരുന്നു? ഈ രാജ്യം മുഴുവൻ അഴിമതിക്കാരായിരുന്നില്ലേ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ 10 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ ഭരണയന്ത്രം നയിച്ചപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ പാവയെ പോലെ കസേരയിലിരുത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ അഴിമതി നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നാണവും മാനവും കെടുത്തി അഴിമതിക്കാരുടെ രാജ്യമായി ഈ രാജ്യത്തെ ലോകത്തിന് മുഴുവൻ ചിത്രീകരിച്ചു. സോണിയാഗാന്ധിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ഏർപ്പാട് വഴി നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി നടത്തിയ കോടാനുകോടികളുടെ അഴിമതി ഇല്ലാതാക്കിയത് സുപ്രീം കോടതിയാണ്. ഇല്ലെങ്കിൽ തുടർന്നേനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയത്. കാശ് തന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് വിഷ്ണുവിന് അറിയാമല്ലോ. വ്യാജ മരുന്ന് കേസിൽ പിടിക്കപ്പെട്ട കമ്പനികൾ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. പരിസ്ഥിതി മലിനീകരണത്തിന് പൂട്ടപ്പെട്ട കമ്പനികൾ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. കടലാസ് കമ്പനികളിൽ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. എല്ലാം കണക്കാണ്. ഏത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്ക് BJPക്ക് പൈസ തന്ന കളങ്കിത വ്യക്തികളും സ്ഥാപനങ്ങളും ഏതാണ് എന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ച് നിൽക്കുമ്പോൾ വലിയ വർത്തമാനം നിങ്ങൾ അഴിമതി വിരുദ്ധതയെക്കുറിച്ച് പറയരുത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അംബാനി അദാനിയും കൂടി കോടാനുകോടിയുടെ കള്ളപ്പണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തില്ലേ ചോദിച്ച പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നാണ്. ഈ ഫണ്ട് സ്വീകരിക്കുന്നതും പൊതുഖജനാവിൽ നിന്നും പണം തോർത്തി അഴിമതി നടത്തുന്നതുമെല്ലാം ഒരുപോലെയാണെന്ന് താങ്കൾക്ക് തോന്നുന്നെങ്കിൽ അത് താങ്കൾക്ക് വിഷ്ണു നിങ്ങൾക്കറിയാം ഫണ്ട് സ്വീകരിച്ചു. ഫണ്ട് തന്ന കമ്പനികൾക്ക് അഴിമതി പറഞ്ഞുതരാം. വിഷ്ണു ഫണ്ട് വാങ്ങിച്ചിട്ട് അവർക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുത്തു. അതുപോലെ രാജ്യത്തിന്റെ ഭരണവും ശുദ്ധമാണ്. ശുദ്ധമൊന്നുമല്ല. ഫണ്ട് വാങ്ങിച്ചിട്ട് ആ കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ വഴിവിട്ട് നൽകിയിട്ടുണ്ട്. കണക്കാണ് ഞാൻ പറയുന്നത്. ഫണ്ട് വാങ്ങിച്ചിട്ട് പല കമ്പനികൾക്കെതിരായിട്ടുള്ള ED റെയ്ഡുകൾ അന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് പോലെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാശ് അവർ തന്നിട്ടുണ്ടെങ്കിൽ അവർ ആനുകൂല്യവും പറ്റിയിട്ടുണ്ട്. അഴിമതി വിരുദ്ധതയുടെ കഥയൊന്നും പറയില്ലേ? രാജ്യത്തെ കട്ടുപിടിച്ച കോൺഗ്രസ്സുകാർ വന്നിരുന്നത് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പറയുമ്പോൾ കോൺഗ്രസിനെ നെഹ്റുവിനെ പറഞ്ഞാൽ എല്ലാ വിചാരവും നല്ലതല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ പവറിൽ വന്നതിന് ശേഷം അദാനി ഉണ്ടാക്കിയിട്ടുള്ള ശതകോടികളുടെ വരുമാന പെരുക്കത്തെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിനെ നെഹ്റുവിനെ പറഞ്ഞാൽ തലയൂരിക്കളയാം എന്നത് വ്യാമോഹമാണ്.
അല്ല ജിൻഡോ, ഈ കാര്യത്തിൽ JPC ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ മോദി അതിന് തോന്നുന്നുണ്ടോ? അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് മുൻപ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പ്രധാനപ്പെട്ട വ്യവസായ ഇത്ര വെറുക്കപ്പെട്ടവനാണെങ്കിൽ അദാനിയെ മാറ്റി നിർത്തില്ല. അതിന് കോൺഗ്രസ് വ്യക്തമായ ഉത്തരം പറയൂ. ആദ്യം അദാനിയെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻ കേൾക്കാവോ? ശരി, പറയൂ ജിൻഡോ വേഗം. നിഷാദ്, ഇതിൽ കോൺഗ്രസ് പ്രതിപക്ഷം JPC അന്വേഷണം ആവശ്യപ്പെടുന്നത് പഴയ കാലത്തെ പോലെ 10 കൊല്ലം മോദി ഭരിച്ചതുപോലെ എല്ലാം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പാർലമെന്റിൽ അവർക്ക് പോകാൻ പറ്റില്ല. കുറെ കൂടി ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിക്കാൻ ശേഷിയുള്ള ഇന്ത്യ മുന്നണിയാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കണം. പിന്നെ ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞ് ഈ രാജ്യത്തെ ബിസിനസ്സുകാർ പരിശുദ്ധരല്ല എന്നൊരു ബോധ്യം BJPയുടെ പ്രതിനിധിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം EDയെ കൊണ്ട് നിങ്ങൾ കേസെടുപ്പിച്ച് അന്വേഷിക്കാത്തത് എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം പറയാം. 2, കോൺഗ്രസിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ അങ്ങ് പറയുന്നു. കോൺഗ്രസിന്റെ 10 വർഷം മുമ്പുള്ള 11 വർഷം മുമ്പുള്ള ഭരണത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ RBI ഗവർണറെ കുറിച്ചിട്ടോ സെബിയുടെ ചെയർപേഴ്സണെ കുറിച്ചിട്ടോ EDയുടെ CBIയുടെ ചീഫിനെ കുറിച്ചിട്ടൊക്കെ വരുന്ന ആക്ഷേപങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഇത്തരം ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്, അദാനി 2013 $8 ബില്യൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തിയെങ്കിൽ അതിന്റെ ആയിരക്കണക്കിന് ഇരട്ടിയായിട്ട് അദ്ദേഹം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഭരണം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തുണ്ട്. മറ്റ് ബിസിനസ്സുകാർക്ക് ഒന്നുമില്ലാത്ത പ്രത്യേക വളർച്ച അദ്ദേഹത്തിന് സംജാതമാകുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ യാതൊരു പരിഗണനയ്ക്കും പഠനത്തിനും അതീതമായിട്ടുള്ള എല്ലാ പഠനങ്ങൾക്കും അതീതമായിട്ടുള്ള വളർച്ച അദാനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം മൊദാനി കമ്പനിയാണിത്, അദാനി കമ്പനിയല്ല എന്നുള്ള ഞങ്ങളുടെ ആരോപണം സാധൂകരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത്, സെബിയുടെ ചെയർപേഴ്സൺ അദാനിയുടെ ഷെൽ കമ്പനിയിൽ നിക്ഷേപം ഉണ്ടായിരുന്ന ആളായിരിക്കുമ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാതിരിക്കുമ്പോൾ ഈ രാജ്യത്തെ RBI ഗവർണർ കള്ളനോട്ട് അച്ചടിക്കുന്ന ആളുകളുമായിട്ട് ഷെയർ നടത്തുന്നതിന് തുല്യമാണത്. അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഇവിടുത്തെ ട്രഷറി കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. സെബിയുടെ ചെയർപേഴ്സൺ ഷെൽ കമ്പനിയിൽ തട്ടിപ്പ് നടത്തുന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തിക്കൊണ്ട് അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിക്കൊണ്ട് അദാനിക്കെതിരെയുള്ള അന്വേഷണത്തിൽ ക്ലീൻ ചീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ മുഴുവൻ തട്ടിപ്പുകാരുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതിന് തുല്യമാണ്. അടുത്തത്, നിങ്ങൾ പറയുന്നത് പണ്ട് രാജ്യസ്നേഹികൾ, നിങ്ങൾ ഇതൊക്കെ ഇത്തരക്കാരൊക്കെ രാജ്യസ്നേഹികൾ എന്ന് പറയാം. പണ്ട് ഈ രാജ്യത്തെ രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിക്കുന്ന വൈദേശിക ശക്തികളോട് പോരാടുന്ന ആളുകളെ കുറിച്ചിട്ടാണ് രാജ്യസ്നേഹികൾ എന്ന് നമ്മളൊക്കെ വിളിച്ചു കേട്ടിട്ടുള്ളത്. പക്ഷേ BJPക്കാർ ഇപ്പോൾ രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ മുച്ചൂട് മുടിച്ച് കൊള്ളയടിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അവരെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ രാജ്യസ്നേഹ വിരുദ്ധരാകും. അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. JPC അന്വേഷണത്തിന് നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഫാക്ട് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് BJPയുടെ പ്രതിനിധി പറയണ്ടേ? ആരെങ്കിലും ഒരു ഊമ്മക്കത്ത് അയച്ചാൽ പോലും ഓടിപ്പടഞ്ഞ അന്വേഷണത്തിന് വരുന്ന EDക്ക് ധൈര്യമുണ്ടോ അദാനിയുടെ ഗേറ്റിന് മുമ്പിൽ കടക്കാനായിട്ട്? BJPയുടെ പ്രതിനിധി പറയോ EDയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് പറയോ? നിങ്ങൾ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യമുള്ള കാര്യമാണ്. അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനത്തിലൂടെയും അല്ലെങ്കിൽ പെട്രോളിയം നികുതി കൊള്ളയിലൂടെയും BJP ആർജിച്ച പണമാണ് അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചതിന്റെ പേരിലാണ് പാർലമെന്റിൽ നമ്മൾ കണ്ടിട്ടുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള രാഹുൽ ഗാന്ധിയെ അസ്ഥിരപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? ഒറ്റ കാര്യത്തിന് മറുപടി പറയാതെ വിഷ്ണു ബഹളമുണ്ടാക്കി പോവുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി പറഞ്ഞ പിക്കപ്പ് വാനിൽ കള്ളപ്പണം കടത്തിയ അദാനിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അങ്ങനെ പിക്കപ്പ് വാനിൽ കള്ളപ്പണം കടത്തിയ അദാനിയെ കുറിച്ച് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് ആ വിഷയത്തിൽ? യെസ് ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ അഭിഭാഷകൻ നമ്മോടൊപ്പം തുടർന്നു, സുപ്രീം കോടതി അഭിഭാഷകൻ ദീപക് പ്രകാശ്. ഇതിനകത്ത് ഈ ഓൾറെഡി ഇപ്പോഴും ഈ സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ വേ ആണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് സുപ്രീം കോടതിക്കാണോ? സുപ്രീം കോടതി അതിനകത്ത് ഒരു ചേഞ്ച് എടുക്കുമോ? എനിക്ക് കൃത്യമായി ചോദ്യം കേട്ടില്ല. ഞാൻ ചോദിച്ചത് സുപ്രീം കോടതി ഇപ്പോഴത്തെ ചേഞ്ച് എടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമായി ഈ കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
ശബ്ദം ക്ലിയർ ഇല്ല എങ്കിൽ കൂടി ഓക്കേ, എനിക്ക് ഞാൻ തോന്നുന്നത് കേൾക്കുന്നുണ്ട്, ഇത് ദീപക് വ്യക്തമായി പ്രകാശ്. ഒന്നുകൂടി അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച അവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാത്ത രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ മഹാദേവ് ബുജിനെ കുറിച്ച് പറയുമ്പോൾ ICICI ബാങ്കിൽ ജോലി ആരംഭിച്ച് 2015 മറ്റും സിംഗപ്പൂരിൽ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്ത് ഇങ്ങോട്ട് വന്ന ഒരു ലേഡിയാണ്. അവരെ പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് നമ്മളുടെ സഹാറ ഗ്രൂപ്പിൻ്റെ എതിരെയുള്ള 10,000 കോടി ആ വലിയൊരു അന്വേഷണത്തിനും ഉത്തരവിട്ടതും അതിൻ്റെ റിപ്പോർട്ട് നൽകിയതും അവരാണ്. അവരെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണമൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എങ്കിൽ കൂടി ഈ ഒരു അവസരത്തിൽ അവർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അന്വേഷണം തയ്യാറാകുകയാണ് വേണ്ടത്. കാരണം വ്യക്തതയോട് കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഓഹരി വിപണി തന്നെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു മേഖല അത് തന്നെയാണ്. അതിൽ ഇപ്പോൾ അധ്യസ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡി, നേരത്തെ രവിനായർ പറഞ്ഞതുപോലെ തന്നെ ആ കാലത്തിൽ അവരതിൽ ഡയറക്ടറായിരുന്നു, 2017 ഡയറക്ടറായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അതിന് ശേഷമാണ് അവർ ചെയർപേഴ്സണായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ലേഡിക്കെതിരെ അന്വേഷണം വരുമ്പോൾ നിർബന്ധമായും തന്നെ അവർ തന്നെ ആവശ്യപ്പെടുന്ന രീതിയിൽ അവരെ ഒന്ന് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തി പുതിയ ക്ലീൻ ചിറ്റോട് കൂടി തിരിച്ചു വരണമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഈ കാര്യത്തെക്കുറിച്ച്. അതിൻ്റെ അവസരം ഉണ്ടാകണം. ഇതിൽ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമല്ല. നമ്മൾ നിയമവ്യവസ്ഥ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയെ കൂടി ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒന്നുകൂടി ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ഒരു അന്വേഷണം ഒന്നുകൂടി വരാനുണ്ട്. വളരെ വ്യക്തമായി തന്നെ ആ റിപ്പോർട്ട് ഹിഡൻബർഗിൻ്റെ 1000 പേജിലെ റിപ്പോർട്ടാണ്, ഒരുപാട് റിപ്പോർട്ട്. അത് വായിക്കുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കൃത്യത വരണം. നമ്മുടെ നാടിൻ്റെ സത്യസന്ധമായിട്ടുള്ള വികസനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇത് തീർച്ചയായും തന്നെ വരണം. കാരണം നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് ഒഫൻസ്, അതായത് ഒരു വ്യക്തമായ ഒരു ക്രൈം നടന്നു എന്ന ഒരു ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കൃത്യമായിട്ടുള്ള, കാരണം ഫോർജറി ഉണ്ട്, തെറ്റായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കലുണ്ട്. കാരണം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കാനുള്ള നടപടികൾ പണ്ടിപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഡയമണ്ട് മർച്ചൻ്റ് വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് അന്വേഷണം നടത്തിയ രവിനായർ അത് സൂചിപ്പിച്ച് കേട്ടില്ല. അതുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. സുപ്രീം കോടതി തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് സുപ്രീം കോടതി പറഞ്ഞത് 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇതൊന്നുകൂടി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ടുവരണമെന്നാണ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും തന്നെ ഈ ആരോപണങ്ങൾ മുഴുവൻ വ്യക്തമായി പരിശോധിച്ച് സുപ്രീം കോടതി തള്ളിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ സെബിയുടെ ക്രെഡിബിലിറ്റിയിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഒരു സംശയ നിലയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഈ ചെയർപേഴ്സൺ മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തണം. അതാണ് നമ്മുടെ രാജ്യത്തിന് നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, വിഷ്ണു, ഇതിനകത്ത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം അദാനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തർക്ക വിതർക്കം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രതിപക്ഷം ഒട്ടും കൺവിൻസ്ഡ് അല്ല. അവർക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഹിൻഡൻബർഗ് വഴിയും അല്ലാതെയും ഒക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, അതിനൊരു ഡെമോക്രസിയുടെ സ്വഭാവമുണ്ട്, വിശ്വാസ്യതയുണ്ട്, ഉന്നതമായൊരു മൂല്യമുണ്ട്. അതെന്താണ് നിങ്ങൾ സമ്മതിക്കാത്തത്? വസ്തുതയുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നാണം കേട്ടെ ചമ്മിപ്പോട്ടെ. ഹിൻഡൻബർഗിനെ പറ്റി പ്രതിപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഹിൻഡൻബർഗ് എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് രാജ്യത്തെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ. കാരണം ഒന്നും പറയാനോ അഭിപ്രായമോ നിലപാടോ ഇല്ലാത്ത ജിൻഡോ പറഞ്ഞു അദാനി ട്രക്കിൽ പൈസ കൊണ്ടുപോയി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് 3 മാസം മുമ്പ് പ്രസംഗിച്ച ആളാണ് മോദി. അതെങ്കിലും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? ബാക്കിയൊക്കെ വിട്ടേക്ക്. മോദി പറയുന്നത് സത്യമായിരിക്കുമല്ലോ, മോദി ഇൻഫർമേഷൻ ഇല്ലാതെ പറയില്ലല്ലോ. അത് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല, അത് മറന്നോ? ഈ രാജ്യത്ത് അഴിമതിക്കാർക്കെതിരായ അന്വേഷണങ്ങളെല്ലാം കൃത്യമായി കേന്ദ്ര ഏജൻസികളൊക്കെ നടക്കുന്നുണ്ട്. ഭീകരവാദികൾക്കും പറയട്ടെ ഭീകരവാദികൾക്കും അല്ലെ എല്ലാവർക്കും എതിരായി കൃത്യമായി ഏജൻസി നടക്കുന്നു. വിഷ്ണു, കൃത്യമായ വാക്കിനൊക്കെ അർത്ഥമുണ്ട്. കൃത്യമായ അന്വേഷണം എവിടെ നടക്കുന്നു?
മോദി പറഞ്ഞു ട്രക്കിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുകയാണ് പ്രതിപക്ഷത്തിന്. ആരെക്കുറിച്ച്? അദാനിയെ കുറിച്ച്. മോദി പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട കസേര ഇരുന്നുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ പറയാണല്ലോ. അതിനെക്കുറിച്ച് വല്ല അന്വേഷണം ഉണ്ടോ, വല്ല ഫൈൻഡിങ്സും ഉണ്ടോ, വല്ല റിപ്പോർട്ടും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. അല്ല, നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി അസ്ഥിരപ്പെട്ടു. പാകിസ്ഥാൻ, ശ്രീലങ്ക, ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലടക്കം വലിയ കലാപങ്ങൾ നടന്നു. സാമ്പത്തികമായി ഇവരെല്ലാം തകർന്നപ്പോൾ ഈ രാജ്യത്തെയും വലിയ സാമ്പത്തിക ശക്തിയായി മുന്നേറുന്നത് തകർക്കണമെന്നുള്ളത് വലിയ ആഗ്രഹം പല ശക്തികൾക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയല്ല, ആ ശക്തികളുടെ എല്ലാം കൈകളിലിരിക്കുന്ന ഒരു കളിപ്പാവയാണ് ആ ഹിൻഡർബർഗ്. ആ ഹിൻഡർബർഗ് കൊടുക്കുന്ന എച്ചിൽ കഷ്ണത്തിൽ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും എല്ലാം നന്നായി കടിച്ച് ആസ്വദിക്കട്ടെ. മോഹൻലാൽ പറഞ്ഞതുപോലെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരറ്റത്ത് ഹിൻഡർബർഗ് ഉണ്ട്, മറുവശത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉണ്ട്. അവർ നന്നായി ആസ്വദിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അദാനി എറിഞ്ഞു കൊടുക്കുന്ന ആർക്കാണ്? അദാനി എറിഞ്ഞു കൊടുക്കുന്നത് ആരോടും നിങ്ങൾ അദാനിയോടും കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിക്കട്ടെ. ഈ കവിഞ്ഞ സ്നേഹം പിന്നെ അദാനി എങ്ങോട്ടാ എറിയുന്നതെന്ന് എങ്ങോട്ടായി എറിയുന്നത് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് അന്വേഷിച്ച് തെളിവടക്കം പുറത്തുവിടാമല്ലോ. എല്ലാവർക്കും അന്വേഷിക്കാനും അറിയാനുമുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഇവിടെ ഉണ്ട്. അതിലൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ശരി. ശ്രീ രവി നായർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഏജൻസി അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം, മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ, ഇതുപോലൊരു ഏജൻസിയൊക്കെ ചില സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിനെ ആരോഗ്യകരമായി എടുക്കുക, സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുക, ഹെൽത്തി ഡിബേറ്റ് ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. മറ്റു പല രാജ്യങ്ങളും നമ്മളത് കാണുന്നുണ്ട്, വലിയ കോളിലൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ അത്തരം പുറത്തു വരുന്ന ഡേറ്റകൾ എന്താ പറയുന്നത്, ഈ വെളിപ്പെടുത്തലുകൾ, വിസിൽ ബ്ലോവർ ഡേറ്റാസ്, ഇതിലൊന്നും ഒട്ടും സഹകരിക്കുന്ന മനോഭാവം അവർക്കില്ല. അവരതിനെ വകവയ്ക്കുന്നില്ല. അവർ രാജ്യസ്നേഹം കൊണ്ട് അതിനെ കവർ ചെയ്യാനും. അദാനി പോലും ആദ്യത്തെ, നമുക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ വാചകം ഓർമ്മയുണ്ട്, രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണെന്ന്. സോ ഇതൊന്നും ഇന്ത്യയിൽ അത്ര വർക്കാവുന്ന ഒരു സംഗതിയല്ല. ഇവിടെ വേറൊരു പ്രതിരോധം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഐ തിങ്ക് BJPയുടെ വക്താവ് ഇത് പേഴ്സണലായിട്ട് എടുക്കില്ല എന്ന് വിചാരിക്കണം. ഇത് അവരുടെ പാർട്ടിക്കെതിരായിട്ടോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കമന്റ് അല്ല. OCCRPയുടെ റിപ്പോർട്ട്സ് നമ്മൾ ഇപ്പോൾ എഴുതുമ്പോഴും നമ്മൾ അന്വേഷണം മുഴുവനായി കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രാഫ്റ്റ് ശരിയായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ടൊരു ചോദ്യാവലി അയക്കും. ഇപ്പോൾ അഡാനി ആയാലും ആരായാലും. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ അഡാനിക്ക് ഒരു ചോദ്യാവലി അയച്ചു. 22 ഓഗസ്റ്റിന് കഴിഞ്ഞ വർഷം ഒരു ചോദ്യാവലി അയച്ചു. 23 ഓഗസ്റ്റിന് നമ്മളുടെ 2 ഫ്രണ്ട്സിന്റെ, എൻ്റെ 2 കൊളീഗിന്റെ ഫോൺസിൽ പെഗാസസ് ഇൻസേർട്ട് ചെയ്തു. എൻ്റെ ഫോൺ ലോക്ക്ഡൌൺ മോഡിലായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ ചോദ്യാവലി PTIക്ക് ലീക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു PR ഏജൻസികളുടെ ഒരു കളി തുടങ്ങി. ആന്റി നാഷണൽസ് ആണ്, ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങിക്കുന്നവരാണ്, ഇന്ത്യയെ തകർക്കാൻ നോക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ഇത്. അതിന്റെ കൂടെ BJPയുടെ IT സെല്ലും കൂടെ ചേരുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ വെരി ഡേഞ്ചറസ് ഫിനോമിനൻ. നമ്മളിങ്ങനെ പുറത്തു കൊണ്ടുവരുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള അഫിലിയേഷൻ കൊണ്ടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ല. വി ജസ്റ്റ് വാണ്ട് അവർ കൺട്രി ടു ബി ഫൈൻ. നമ്മുടെ കൺട്രിയിലെ എല്ലാവരും, നമ്മുടെ രാജ്യത്തെ എല്ലാവരും നന്നായിട്ടിരിക്കണം. നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ നന്നായിരിക്കണം. അഴിമതിയും ക്രമക്കേടുകളും നടക്കരുത്. അതൊക്കെ നമ്മളതല്ലേ വിചാരിക്കുക. ദാറ്റ്സ് വാട്ട് വി ഡു. ഇങ്ങനെ OCCRPക്കൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാസങ്ങളെടുക്കും, ഒരുപാട് മാസങ്ങളെടുക്കും, ഒരുപാട് അലയണം, ഒരുപാട് സ്ഥലങ്ങളിൽ പോകും, ഒരുപാട് ആൾക്കാരെ കാണും. പിന്നെ എന്താ പറയുക, ലോഡ് കണക്കിന് ഡോക്യുമെന്റ്സ് ഉണ്ടാവും അനലൈസ് ചെയ്യാൻ. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്ട്, ഇത് സീരിയസ് ആയി എടുക്കാണ്ട് പാർട്ടിയുടെ IT സെല്ലിനെ വെച്ച് തെറി പറയിപ്പിക്കും. എന്റെ ട്വിറ്ററിന്റെ ഒക്കെ ലൈനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പൂരത്തെറിയേക്കാം. എന്റെ അച്ഛനും അമ്മയ്ക്കും തെറി പറയണത് വരെ. റീസെന്റ് മലയാളത്തിൽ ഇന്നലെ മിനിയാണ് ഒരുത്തൻ ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയ്യും, അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ആക്ച്വലി എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു സൈലൻസ് ജേർണലിസം ആൻഡ് ജേർണലിസ്റ്റ്. പിന്നെ മറ്റൊന്നുകൂടെ പറയാം, BJPയുടെ സ്പോക്സ് പീപ്പിളും ആൻഡ് പാർട്ടിയുടെ IT സെല്ലും നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരിക്കലും അഴിമതി നടന്നിട്ടില്ല എന്നുള്ളത്. 2001 നരേന്ദ്രമോദി ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം അവിടുത്തെ CAG റിപ്പോർട്ടുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. വെറും CAG റിപ്പോർട്ടുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി.
എത്ര അഴിമതികളാണ് ഗവൺമെന്റിന്റെ Yes, അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു അഴിമതിയും നടക്കില്ല എന്ന ഒറ്റവാചകം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിവരങ്ങൾ, ആരോപണങ്ങൾ എന്നതാണ്. അതിനകത്ത് സർക്കാർ ഒരു എല്ലാവർക്കും കൺവിൻസിംഗ് ആവുന്ന, എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിലവിടെയാണ്. താങ്ക് യു ശ്രീ രവി നായർ, വിഷ്ണു, ജിൻഡോ ജോണൊപ്പം ദീപക് പ്രകാശ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിന്.